കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ എടപ്പാൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മരണാനന്തര ധനസഹായ വിതരണം നടത്തി. പന്തൽ, അലങ്കാരം, ശബ്ദം, വെളിച്ചം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ എടപ്പാൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മരണാനന്തര ധനസഹായ വിതരണം നടത്തിയത്. ഹെൽപ്പ് എന്ന പേരിൽ വട്ടംകുളത്ത് നടത്തിയ മരണാനന്തര ധനസഹായ വിതരണം KSHGOA സംസ്ഥാന പ്രസിഡന്റ് AP അഹമ്മദ് കോയ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്ത പല മന്ത്രിമാരും ഈ പന്തലുകാരെങ്ങനെയാണ് സാംസ്കാരിക പ്രവർത്തകരാകുക, അതുകൊണ്ട് നിങ്ങളെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സാംസ്കാരിക ചെയർമാൻ അടക്കം ഇതിൽ നിന്ന് ഞങ്ങൾ എങ്ങനെല്ലാം ഒഴിവാക്കാൻ പറ്റുമെന്ന് പല നിലക്കും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും വന്ന തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയപ്പോൾ സജീവമായി വീണ്ടും കാര്യങ്ങൾ പരിശോധിക്കുകയും സാംസ്കാരികമായ പ്രവർത്തനം നടത്തണമെങ്കിൽ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖല എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം നടക്കുന്നത്. KSHGOA മലപ്പുറം ജില്ലാ പ്രസിഡന്റ് P. ഷംസുദ്ദീൻ പൂക്കോട്ടൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ കാസർകോട് ധനസഹായ വിതരണം നടത്തി. സംഘടനാ മെമ്പറായിരുന്ന ആനക്കര തറയിൽ അഷ്റഫിന്റെ കുടുംബത്തിനുള്ള ധനസഹായം മകൻ ഷാക്കിർ ഏറ്റുവാങ്ങി. എടപ്പാൾ യൂണിയൻ പ്രസിഡന്റ് അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി V. അബ്ദുറഹ്മാൻ താനാളൂർ മുഖ്യപ്രഭാഷണം നടത്തി. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. രാമകൃഷ്ണൻ, വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, M. മുസ്തഫ, TP മുഹമ്മദ്, പത്തിൽ അഷ്റഫ്, രവി തേലത്ത്, K. ഹംസ, E. പ്രകാശ്, ഉമ്മർ പെരിന്തൽമണ്ണ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ.